ഹായ്, ഞാൻ സലു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാസർഗോഡ് താമസമാക്കിയിരിക്കുന്ന ഫാത്തിമയുടെ അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണ്. ഇത് വെറും ഒരു ഗാർഡനല്ല, വേസ്റ്റ് മെറ്റീരിയൽസ് നമ്മൾ നിത്യജീവിതത്തിൽ വലിച്ചെറിയുന്ന ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും റീയൂസ് ചെയ്തിട്ട് എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാം എന്നാണ് ഫാത്തിമ കാണിക്കുന്നത്. ഇന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഫാത്തിമ തന്നെ നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഫാത്തിമ. എൻ്റെ വീട് കാസർഗോഡാണ്. എനിക്കൊരു കുഞ്ഞു ചാനൽ കൂടിയുണ്ട്. ഷൻസാസ് മാജിക്കൽ ടച്ചാണ് എൻ്റെ പേര്. ഇന്ന് ഞാൻ സല്ലു മാമിൻ്റെ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എങ്ങനെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാം എന്ന് നോക്കാനാണ്. പലരും പറയുന്ന കാര്യമാണ് കേട്ടോ, അവർക്ക് വേസ്റ്റ് മെറ്റീരിയൽസ് അങ്ങനെ കിട്ടാനില്ല എന്ന്. പക്ഷെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ്. നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ടെറസിന് മുകളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് കളക്ഷൻസ് ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് പ്ലാന്റ്സ് ഒന്നും ഇല്ല, അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കാണാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള ഫ്രൈ പാന്, പിന്നെ ബോട്ടിൽസ്, പിന്നെ ആ കാണുന്നത് എലിപ്പെട്ടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ സ്റ്റാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടിയ ഡോർ വെച്ച് ചെയ്തെടുത്തതാണ്. പിന്നെ ദൂരം വെച്ച സ്റ്റാൻഡ് എന്ന് പറയുന്നത് 2 ചെയറിന് മുകളിൽ ഇരുമ്പ് വെച്ച് അതിൽ ടൈൽ വെച്ചിട്ടാണ്, അതിനടിയിൽ മരപ്പലക വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇതേപോലെ തന്നെയാണ് നമ്മൾ PVC പൈപ്പിലും പിന്നെ മരപ്പടിയിലൊക്കെയാണ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ അലോക്കേഷ്യ പ്ലാന്റ് നട്ടിട്ടുള്ളത് ഒരു പൊട്ടിയ കാനിലേക്ക് അരിച്ചാക്കി ചുറ്റി കൊടുത്തതാണ്. പിന്നെ ഈ സ്പൈഡർ പ്ലാന്റ് നട്ടുകൊടുത്തിട്ടുള്ളത് പഴയ ചവിട്ടി വെച്ച് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിനടിയിൽ വെച്ചിട്ടുള്ളത് നമ്മൾ പഴയ ക്ലോത്ത് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ ഇതേപോലെ ടെറസിന് മുകളിൽ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് ഫുള്ളായിട്ടും നല്ലോണം വെയിലാണ്. അപ്പോൾ ഇതൊക്കെ ഷെയ്ഡ് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സ് ആണ്. നമ്മുടെ വീട്ടിൽ ആകെ വെയിൽ കിട്ടാത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ടെറസിൻ്റെ മുകളിലാണ്. ഇത് ഓപ്പൺ ടെറസ് തന്നെയാണ്. അപ്പോൾ ഇവിടെയായിട്ട് ഞാൻ ഫ്ലോറിൽ നമ്മുടെ ഷെയ്ഡ് നെറ്റ് വിരിച്ച ശേഷമാണ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അധിക സാധനം എന്ന് പറയുന്നത് നമ്മുടെ കിച്ചണിൽ ഒഴിവാക്കിയിട്ടുള്ള സാധനങ്ങൾ, PVC പൈപ്പുകൾ, പിന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ ആ ബോക്സ് ഉണ്ടാവുമല്ലോ, ഇപ്പോഴത്തെ അല്ല പഴയ ഫ്രിഡ്ജിൽ വരുന്ന ബോക്സാണ്. അപ്പോൾ പിന്നെ ഇതെന്ന് വെച്ചാൽ അരിച്ചാക്ക് വെച്ചിട്ട് തന്നെ ചെയ്തെടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു ഹാങ്ങിങ് പ്ലാന്ററാണിത്. ഇത് നമ്മൾ ടൈലൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ബോക്സിൽ മുകളിൽ ചുറ്റിയിട്ടുണ്ടാകുന്ന ആ നൈലോണിൻ്റെ ആ ഒരു വള്ളിയാണ്. പിന്നെ ഇത് പഴയ പൈപ്പിലേക്ക് ജൂട്ടിൻ്റെ വള്ളി ചുറ്റി കൊടുത്തിയാണ്. പിന്നെ ഇത് ചിരട്ടയാണ്, ചിരട്ടയ്ക്കും നമ്മൾ സെയിം ജൂട്ട് തന്നെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പഴയ സ്റ്റിയറിംഗ് ഉണ്ടായിരുന്നു, അതിലേക്ക് നമ്മൾ ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറിലേക്ക് കയറ് ചുറ്റി കൊടുത്തതാണ്. പിന്നെ ഇത് നമ്മളെ കുട്ടികളുടെ സൈക്കിളിൻ്റെ ടയറാണ്. പിന്നെ അടിഭാഗത്ത് വെച്ചിട്ടുള്ളത് ഒരു പഴയ പ്ലേറ്റ് ആണ്. ഇത് എക്സ്റേ വെച്ചിട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ അത് പഴയ കുടയുടെ കാലിലേക്ക് PVC പൈപ്പ് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ഇത് മിക്സിയുടെ ഒരു പൊട്ടിയ ജാറാണ്, അതിലേക്കും കയറ് ചുറ്റി കൊടുത്തതാണ്. ഇത് പഴയ പ്ലേറ്റ്, കുടയുടെ കാല്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് PVC പൈപ്പും പിന്നെ പഴയ ടൈലിൻ്റെ പീസ് ഉണ്ടായിരുന്നു, അതും വെച്ചിട്ട് ചെയ്തതാണ്. പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ള എല്ലാ സ്റ്റാൻഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ തന്നെ ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഇൻസ്ട്രുമെൻറ്റ്സും കാര്യങ്ങളൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ ഡ്രിൽ മെഷീന് പോലും ഇല്ല. നമുക്ക് തന്നെ ഇങ്ങനെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ച് ഓരോന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വീട്ടിൽ എന്ത് സാധനങ്ങൾ പൊട്ടിപ്പോയാലോ മറ്റോ നമ്മളത് കളയാണ്ട് സൂക്ഷിച്ച് വെക്കുക. നമുക്ക് അത് വെച്ച് എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടാണ്ടിരിക്കില്ല.
ഇത് പഴയ കട്ടിംഗ് ബോർഡാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇതുപോലെ സൈഡിൽ ഒട്ടിച്ചു കൊടുത്ത ശേഷം ഒരു ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറിൽ പ്ലാന്റ് വെച്ച് കൊടുത്തതാണ്. ഇത് നമ്മളുടെ ആപ്പിളിന് പുറമേ ഒരു കവർ ഉണ്ടാവുമല്ലോ, അതൊരു പോട്ടിലേക്ക് ചുറ്റി കൊടുത്തതാണ്. ഇത് PVC പൈപ്പിൽ ചെയ്തതാണ്. ഇത് പഴയ പ്ലേറ്റിൽ തന്നെ ചെയ്തതാണ്. ഇത് പൊട്ടിയ ബക്കറ്റിൻ്റെ കൈയും പിന്നെ ഒരു പോട്ടിലേക്ക് പഴയ ചവിട്ടി ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതാണ്. അതിൽ നമ്മൾ വേറൊരു പോട്ടിൽ പ്ലാന്റ്സ് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ആയിട്ട് ഞാൻ സിറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് 2 ചെയറും പിന്നെ ഒരു ടീപ്പോയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴയ ചെയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പ്ലാന്റ്സ് ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ നമ്മുടെ മുറ്റത്ത് കുറച്ച് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാടൊന്നുമില്ല, അപ്പോൾ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ നമ്മൾ മുറ്റത്ത് സെറ്റ് ചെയ്തിട്ടുള്ളൂ. നല്ലോണം വെയിൽ കിട്ടുന്നതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്ലാന്റ്സ് മാത്രമേ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള വലിയ ഗാർഡനൊന്നുമില്ല. ഒരു സാധാരണക്കാർക്ക് എങ്ങനെ കുറഞ്ഞ ചിലവിൽ പൂന്തോട്ടം സെറ്റ് ചെയ്യാം, അപ്പോൾ അതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഇതെൻ്റെ എപ്പീഷ്യ പ്ലാന്റ്സ് കളക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ അതൊരു സ്റ്റാൻഡിന് അടിയിലായിട്ട് ഹാങ് ചെയ്ത് വിട്ടയാണ്. അപ്പോൾ എപ്പീഷ്യ പ്ലാന്റിന് അധികം വെയിൽ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റും കിട്ടും, പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഷെയ്ഡും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സ് ഒക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഇത് സ്കൈ ബ്ലൂ ക്ലസ്റ്റർ വൈൻ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാവുക. നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും. അത്രയും ഭംഗിയാണ് ഇതിൽ നിറയെ ഫ്ലവേഴ്സ് വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ തന്നെ ചെയ്തൊരു ലാൻഡ്സ്കേപ്പ് വർക്കാണ് കേട്ടോ. അരീലിയ പ്ലാന്റ്സ് ആണ് ഇവിടെ നട്ടു കൊടുത്തിട്ടുള്ളത്. പൊട്ടിയ ടൈലും പിന്നെ ടൈലിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടും പിന്നെ മെറ്റൽ, പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ ഉണ്ടാവുന്ന കല്ലുണ്ടാവുമല്ലോ, അതൊക്കെ വെച്ചിട്ടാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സിറ്റ് ഔട്ടിലെ പ്ലാന്റ്സ് ആണ്. സിറ്റ് ഔട്ടിൽ ഞാനിതാ ഇതുപോലെയായിട്ടാണ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൽ ഇത്തിരി ഷെയ്ഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഇച്ചിരി ഭാഗത്തായിട്ടാണ് പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എവിടെയും നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഒരു കോർണറിൽ മാത്രമാണ് ഷെയ്ഡ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുപ്പിച്ചിട്ടാണ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. ഇവിടെയാണെങ്കിലും പഴയ ചെയർ വെച്ചിട്ടും PVC പൈപ്പിൻ്റെ സ്റ്റാൻഡ് വെച്ചിട്ടൊക്കെയാണ് പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് നമുക്ക് എങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇൻഡോർ ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ്. ഇത് ഞങ്ങളുടെ ലിവിങ് റൂമാണ്. ഇത് ഞാൻ തന്നെ എൻ്റെ ഐഡിയക്കനുസരിച്ച് സെറ്റ് ചെയ്തതാണ്. ഇത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് റീയൂസ് ചെയ്തിട്ട് തന്നെ ചെയ്ത ഒരു സ്റ്റാൻഡാണ് കേട്ടോ. നമ്മളെ ചട്ടിയുടെ മൂടി ഉണ്ടാവുമല്ലോ, അതുപോലെ 2 മൂടിയും പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു കഷ്ണം ഉണ്ടായി, അത് 2 വെച്ച് ചെയ്താണ് കേട്ടോ. പിന്നെ ഇതൊരു പഴയ പെയിൻറ് ബക്കറ്റിലേക്ക് ജൂട്ടിൻ്റെ ത്രെഡ് വെച്ച് ഇതേപോലെ ഒരു പോട്ട് ചെയ്തെടുത്തു. അപ്പോൾ അതിന് മുകളിൽ വെച്ചതാണ്. പിന്നെ ഇത് നമ്മളെ പഴയ മോഡലുള്ള ഷോക്കേസ്, ഇതിലേക്ക് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒന്ന് ഫിക്സ് ചെയ്തു. ഇത് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ ഒരു വുഡൻ ട്രേ ആണ്. നമുക്ക് മൾട്ടിപർപ്പസിന് യൂസ് ചെയ്യാം, നമുക്ക് കിച്ചണിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ പ്ലാന്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ഇതും നമ്മൾ പഴയ ചട്ടിയുടെ മൂടി വെച്ച് ചെയ്തെടുത്തത് തന്നെയാണ്. ഇത് നമ്മൾ പഴയ ചവിട്ടി വെച്ച് ചെയ്തെടുത്തതാണ്. അതിലേക്കൊരു പഴയ ബാഗിൻ്റെ ഒരു കൈ ഉണ്ടായിരുന്നു, അതും കൂടി വെച്ച് ചെയ്തതാണ്. അതിനകത്ത് വേറൊരു പോട്ടിൽ പ്ലാന്റ് വെച്ച് കൊടുത്തു. ഇത് ഇതേപോലെ ഹാങ് ചെയ്ത് വിടാം. ഇനി നമ്മൾ കിച്ചണിലും ഇതേപോലെ കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ട് തന്നെ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടി കാണിച്ചു തരാം. ഇത് മൊത്തം നമ്മൾ വീട്ടിൽ ഒഴിവാക്കിയിട്ടുള്ള ഐറ്റംസ് ആണ്. നിങ്ങൾക്കും ഇതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഫാത്തിമയ്ക്ക് അതൊരു പ്രചോദനമാണ്. ഫാത്തിമയുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.